ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശബരീഷ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഡാറ്റ അനലിറ്റിക്സിന് റിലേറ്റഡുള്ള വീഡിയോസ് ഉണ്ടാക്കണം. ബട്ട് അത് പലപ്പോഴും പല റീസൺസ് കാരണം നടന്നിട്ടില്ല. ഫൈനലി ഇപ്പോഴാണ് അതിനുള്ളൊരു ചാൻസ് കിട്ടിയത്. എന്താണ് ഈ ഒരു ചാനൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, ഡാറ്റ എഞ്ചിനീയറിംഗ്, ഈ ഫീൽഡ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് മോസ്റ്റ്ലി ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ്, കോൺസെപ്റ്റുകൾ, അതേപോലെ തന്നെ ജോബ് റിലേറ്റഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, അതായത് ഈ ടൂൾസിനെ കുറിച്ചിട്ടും അതേപോലെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ബട്ട് ആസ് എ ഫസ്റ്റ് ടൂൾ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ പവർ ബി ഐ ആണ്. പോകെ ഞാൻ സീക്വൽ, പൈത്തൺ, എക്സൽ, ടാബ്ലൂ, അതേപോലെ മെഷീൻ ലേണിംഗ്, പിന്നെ മാത്തമാറ്റിക്സ് ഫോർ ഡാറ്റ അനലിറ്റിക്സ്. സോ പലപ്പോഴും എന്താ പറയുക, പലപ്പോഴും ഒരു ചാലഞ്ച് ആയിരുന്നു എത്ര മാത്തമാറ്റിക്സ് പഠിക്കണം, അതേപോലെ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. നമ്മൾ സെർട്ടൺ ഏജ് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് മുതൽ പഠിക്കേണ്ട അതൊരു സിറ്റുവേഷൻ ഒരു ചാലഞ്ചിങ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സ്, എസെൻഷ്യൽ ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, ഡാറ്റ അനലിറ്റിക്സിനെ കുറിച്ചിട്ട് ഒരു സീരീസ് പോകെ ചെയ്യുന്നതായിരിക്കും. സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പവർ ബി ഐ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്തിനാണ് പവർ ബി ഐ ആദ്യം ചൂസ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ, പവർ ബി ഐ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ്. ഇതിൽ നമുക്ക് റോ ഡാറ്റ, നമ്മൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡായിട്ടും റിപ്പോർട്ടായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എക്സലിലൊക്കെ പണ്ട് ചെയ്യുന്ന പോലെ ഒരുപാട് കാൽക്കുലേഷൻസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ മോഡലിംഗ് ചെയ്ത് പിവോട്ട് ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേ ഡാഷ്ബോർഡ്സ് ഉണ്ടാക്കും. സിമിലർ വേയിൽ തന്നെ ആ ഒരു പ്രോസസ്സിനെ വളരെ ഈസി ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പവർ ബി ഐയിൽ. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താ പറയുക, പവർ ബി ഐ എക്സലിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓഫ്കോഴ്സ് നമുക്ക് സം എക്സ്റ്റെൻറ്റ് നമുക്ക് എക്സലിൽ ചെയ്യുന്ന അതേ പരിപാടി ഓട്ടോമേറ്റായിട്ട് പവർ ബി ഐയിൽ ചൂസ് ചെയ്യാൻ പറ്റും. ബട്ട് എക്സൽ സ്റ്റിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ ആഡോക്ക് വർക്കിനും അതേപോലെ തന്നെ ടെസ്റ്റിംഗ് പർപ്പസസിന് ഉപയോഗിക്കും. പക്ഷെ പവർ ബി ഐൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുക എന്നതാണ്. പക്ഷേ എക്സൽ ജസ്റ്റ് ഒരു ഡാഷ്ബോർഡ് ടൂളായിട്ട് മാത്രമല്ല ഒരുപാട് ഇൻഡസ്ട്രീസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പല യൂസസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ടെസ്റ്റിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ അത് പവർ ബി ഐയിൽ ചെയ്യാൻ പറ്റണം എന്ന് ഇല്ല. സോ ഓരോ ടൂൾസിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. സോ അതാണ് വൺ ഓഫ് ദ റീസൺ. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ബി ഐൻ്റെ എക്കോസിസ്റ്റമാണ്. പവർ ബി ഐൻ്റെ എക്കോസിസ്റ്റത്തിൽ മൈക്രോസോഫ്റ്റ് 4 സർവീസസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് പവർ ബി ഐ ഡെസ്ക്ടോപ്പ്, രണ്ടാമത് പവർ ബി ഐ സർവീസസ്, മൂന്നാമത് പവർ ബി ഐ മൊബൈൽ, അതേപോലെ നാലാമത്തെ പവർ ബി ഐ ഗേറ്റ് വേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സർവീസ് നമുക്ക് നോക്കാം. ആദ്യത്തെ പവർ ബി ഐ ഡെസ്ക്ടോപ്പ്. പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു സോഫ്റ്റ്വെയർ പോലെ, ഏതൊരു ആപ്പ് പോലെ നമുക്ക് നമ്മുടെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഈ ഒരു ടൂളിലാണ് നമ്മൾ റോ ഡാറ്റ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനെ നല്ല ബ്യൂട്ടിഫുള്ളി ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തെ വരുന്നത് പവർ ബി ഐ സർവീസസ്. സോ ഈ ഒരു പവർ ബി ഐ സർവീസസിലാണ് വൺസ് നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിതിൽ പബ്ലിഷ് ചെയ്ത് വിടും. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ യൂസേഴ്സുമായിട്ട് നമ്മൾ ഇതിനെ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ആ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സെർട്ടൻ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ഈ റോ ലെവൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം ഡാറ്റ എല്ലാവർക്കും കാണേണ്ട ആവശ്യമില്ല. സോ ആ കൈൻഡ് ഓഫ് കൺസ്ട്രെയിൻസ് നമുക്ക് പുട്ട് ചെയ്യാൻ ഈ ഒരു സർവീസ് നമ്മളെ സഹായിക്കും. ഇനി മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ബി ഐ മൊബൈൽ ആപ്പ്. ഈ പവർ ബി ഐ മൊബൈൽ ആപ്പ് ഒന്നുമില്ല, നമ്മൾ ഈ ഉണ്ടാക്കിയ ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ് നമുക്ക് അതിൻ്റെ ഒരു മൊബൈൽ വെർഷൻ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് വെബ്സൈറ്റ്സിലൊക്കെ കണ്ട പോലെ ഇനീഷ്യലി വെബ്സൈറ്റ്സൊക്കെ ഇറങ്ങിയ സമയത്ത് മോസ്റ്റ്ലി അത് പി സിയിൽ വ്യൂ ചെയ്യാനുള്ള രീതിയിലായിരുന്നു നമുക്ക് കണ്ടിരുന്നത്. പക്ഷേ ടെക്നോളജി പ്രോഗ്രസ് ചെയ്തപ്പോഴേക്കും പിന്നീട് നമുക്ക് മൊബൈൽ വെർഷൻസ് കാണാൻ പറ്റി. സോ സിമിലർ വേല അതേ സംഭവം നമുക്ക് ഇവിടെ പവർ ബി ഐയിലും ചെയ്യാൻ പറ്റും. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ബി ഐ ഗേറ്റ് വേ.
സോ നമുക്ക് ഈ ഒരു ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സർവീസ് നമുക്ക് നമ്മുടെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എവിടെയാണോ നമ്മുടെ റോ ഡാറ്റ അവൈലബിൾ അതിനെ നമുക്ക് പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യാൻ രീതിയിൽ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഈ ഒരു പവർ ബി ഐ ഗേറ്റ് വേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ടൂൾസ് എല്ലാം നമ്മൾ ഈ ഒരു സീരീസിൽ വളരെ ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്യാം. പക്ഷേ ഇതൊക്കെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വളരെ അപ്പർ ലെവൽ ഇൻഫർമേഷൻ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളെന്തിന് പവർ ബി ഐ പഠിക്കണം? അതിൻ്റെ ഫസ്റ്റ് റീസൺ ഇതിൻ്റെ ഹൈ ഡിമാൻഡ് തന്നെയാണ്. ഇന്ന് സ്റ്റാർട്ടപ്പ് മുതൽ ഫോർച്യൂൺ 500 കമ്പനീസ് അടക്കം അവർ റിപ്പോർട്ടിങ് എക്സലിൽ നിന്ന് മാറിയിട്ട് ഇതേപോലത്തെ ഓട്ടോമേറ്റഡ് ടൂൾസിലേക്ക് മാറിക്കഴിഞ്ഞു. അതിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടൂൾ തന്നെയാണ് പവർ ബി ഐ. പിന്നുള്ളൊരു മെയിൻ കാരണമാണ് കരിയർ ഗ്രോത്ത്. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് ഡെവലപ്പർ അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ ജോബ് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി പവർ ബി ഐ ഒരു നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈസ് ഓഫ് ലേണിങ്ങും ഈസ് ഓഫ് യൂസ് തന്നെയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് പവർ ബി ഐൻ്റെ ഇൻ്റർഫേസ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മളിതിനു മുമ്പ് എക്സലും വേർഡും പവർ പോയിൻ്റൊക്കെ ഉപയോഗിച്ച് അതേ ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഇതിലും പവർ ബി ഐയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് സിമിലർ വേ സംവെയർ അറൗണ്ട് സെറ്റിങ്സും നമ്മളിതിൻ്റെ ഫോർമാറ്റ്സൊക്കെ മാറ്റുമ്പോൾ നമുക്ക് സെയിം സ്ട്രക്ചർ, സെയിം മൈക്രോസോഫ്റ്റിൻ്റെ ആ ഒരു ട്രഡീഷണൽ സ്ട്രക്ചർ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇതിൻ്റെ സാലറീസൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ റിവാർഡിങ് ആയിട്ടുള്ള സാലറിയാണ് പവർ ബി ഐ ഡെവലപ്പർ അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് കൺസൾട്ടൻറ്റ്, ഡാറ്റ അനലിറ്റിക്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു മാനേജീരിയൽ പൊസിഷനിലുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി പവർ ബി ഐ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഡേ ടു ഡേ ചെക്ക് ചെയ്യുന്ന KPIs, നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പെർഫോമൻസൊക്കെ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ട്രഡീഷണൽ വേ ആയിട്ടുള്ള എക്സലിൽ നിന്ന് മാറിയിട്ട് പവർ ബി ഐയിലേക്ക് മാറാൻ പറ്റുന്നതാണ്. ആൻഡ് ഇത് നിങ്ങളുടെ ഒരുപാട് ടൈം സേവ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ. നമ്മൾ അടുത്ത എപ്പിസോഡിൽ പവർ ബി ഐ എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ പവർ ബി ഐൻ്റെ യൂസർ ഇൻ്റർഫേസിൻ്റെ വാക്ക് ത്രൂ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നതായിരിക്കും. അതുവരയ്ക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാം ആൻഡ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അടുത്ത തവണ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫോർ നൗ.